എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുവാൻ പോകുന്ന അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കുവാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ്. അതിനുവേണ്ടി നമ്മൾ ഒരു 2-3 ഉരുളക്കിഴങ്ങ്, വലിയ ടൈപ്പ് ഉരുളക്കിഴങ്ങ് നോക്കി വാങ്ങണം. എന്നിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തതിന് ശേഷം ഇത് തൊലിയൊക്കെ നന്നായിട്ട് കളയുക. ഉരുളക്കിഴങ്ങ് വാങ്ങുമ്പോൾ നല്ല മുഴുത്ത ഉരുളക്കിഴങ്ങ് നോക്കി വാങ്ങണം. നല്ല പച്ചയായ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ മാത്രമേ അത് ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുവാൻ സാധിക്കുള്ളൂ. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ക്ലീൻ ആയിട്ട് കളയുക. എന്നിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ല ഷേപ്പിൽ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുവാൻ വേണ്ടിയാണ്. 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നല്ല ഷേപ്പ് കിട്ടുകയുള്ളൂ. അതിനുശേഷം ഒരു വശത്തു നിന്നോ അല്ലെങ്കിൽ നടുക്കുന്നോ നിങ്ങൾ ഈ കാണുന്ന കൂട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല തിക്നെസ്സിൽ വേണം കട്ട് ചെയ്യുവാൻ. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കനത്തിൽ വേണം കട്ട് ചെയ്യുവാൻ. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഒരു 1/2 മണിക്കൂർ ഇട്ട് വയ്ക്കുക. ഇതിൻ്റെ കറയൊക്കെ പോകുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 3-4 പ്രാവശ്യം ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകിയാൽ മാത്രമേ ഇതിൻ്റെ കറ നന്നായിട്ട് പോവുകയുള്ളൂ. കറ മുഴുവനായിട്ട് പോയാൽ മാത്രമേ നന്നായിട്ട് ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ. കഷ്ണങ്ങൾ കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നന്നായി തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. 4 മിനിറ്റ് കൂടുതൽ വേവിക്കാൻ പാടില്ല. ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് 4 മിനിറ്റ് എത്തുമ്പോൾ അത് കോരി മാറ്റണം. 4 മിനിറ്റ് കൂടുതൽ ഇത് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടന്നു പോവും. ഫ്രൈ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. വേവിച്ച ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഒരു കിച്ചൺ ടവലിലേക്കോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്കോ നിരത്തുക. ഇതിലെ ഈർപ്പം മൊത്തം പോകണം. ഒട്ടും ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. ഈർപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈർപ്പം കളയുന്നതിന് വേണ്ടി നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ഇത് നന്നായിട്ട് ഒപ്പി എടുക്കാവുന്നതാണ്. ടിഷ്യൂ പേപ്പർ വെച്ച് ഈ കാണുന്ന പോലെ തന്നെ ഒപ്പി എടുക്കണം. ഒട്ടും ഈർപ്പം തന്നെ ഇതിലുണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാടൻ ചൊവയുണ്ടാവും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. എന്നാലാണ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട കൃത്യം 1 മിനിറ്റാണ്. കൃത്യം 1 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കോരി മാറ്റണം. കാരണം നമ്മൾ രണ്ടാമത് ഫ്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് സിംഗിൾ ഫ്രൈ മെത്തേഡ് യൂസ് ചെയ്യണതിന് കുഴപ്പമില്ല. പക്ഷേ ഡബിൾ ഫ്രൈ മെത്തേഡ് യൂസ് ചെയ്താലാണ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. കൃത്യം 1 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം അത് കോരി മാറ്റുക. കോരി ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ വിതറുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനുശേഷം ഈ ഫ്രൈ ആയ കഷ്ണങ്ങൾ ഒരു ബോക്സിലെടുത്ത് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെക്കുക. ഒരു 1/2 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് രണ്ടാമത്തെ ഫ്രൈയിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന ഫ്രീസ് ചെയ്ത കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. രണ്ടാമത് നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യണമെന്നില്ല. നമ്മുടെ ഈ സെക്കൻഡ് ഫ്രൈയിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാവുന്നതാണ്. നല്ല കളർ ചേഞ്ച് ആകുമ്പോഴാണ് ഇത് കോരി മാറ്റേണ്ടത്. ഇപ്പോൾ നമുക്ക് അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി. നമുക്ക് ചിക്കനിലും KFCയിലൊക്കെ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എളുപ്പത്തിൽ തന്നെ. ഇതിലേക്ക് കുറച്ച് ഉപ്പും
നമുക്ക് ഇഷ്ടപ്പെട്ട ചേരുവ മസാലകളും ചേർത്താൽ ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളിയായിട്ട് തയ്യാറായി. എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.